ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശ്വനാഥിൻ്റെ കൊലക്കുറ്റം സമ്മതിക്കാത്തതിനെ തുടർന്ന് വാമദേവനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എസ് ഐ. പക്ഷേ പ്രതാപനാണെങ്കിൽ വാമദേവൻ തന്നെയാണ് വിശ്വനാഥിനെ കൊല്ലാനായിട്ട് തനിക്ക് കൊട്ടേഷൻ തന്നത് എന്നുള്ളൊരു സത്യം തുറന്നടിക്കുന്നു. ഇതേസമയം നിങ്ങൾ രണ്ടുപേർക്കും എതിരെ പ്രതാപനെ ചികിത്സിച്ച് ഡോക്ടറുടെ മൊഴിയുണ്ടെന്നും ഡോക്ടറെ കണ്ടിട്ടാണ് നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തതെന്നും എസ് ഐ പറയുന്നു. തുടർന്ന് പ്രതാപനും കണക്കിന് കൊടുക്കുന്നുണ്ട് എസ് ഐ. ഈ ന്യൂസ് ഇതുവരെ മീഡിയാസിന് കിട്ടിയിട്ടില്ല, പക്ഷേ നാളെയെല്ലാം പുറം ലോകം അറിയുമെന്നും എസ് ഐ പറയുന്നുണ്ട്. ശേഷം ഇതിനെല്ലാം കാരണം നിൻ്റെ മോളാണെന്നും അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിന്നാൽ മതിയായിരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട് വാമദേവൻ. നിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ വേണ്ടിവരും കേസ് നടത്താൻ. ഉണ്ണിയും ദുർഗയും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മോളുടെ ജീവിതം അതോടെ തീരും. നിൻ്റെ അമ്മ ഏതെങ്കിലും കടത്തിണ്ണയിൽ പോയി കിടക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനെ പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ വാമദേവൻ. ഇതിൻ്റെ പേരിൽ പ്രതാപനും വാമനും തമ്മിൽ അവിടെ തർക്കം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് വാമേട്ടനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ സഹായം ചോദിച്ച് സീമന്തിനി കമലേശ്വരത്ത് എത്തുന്നു. അങ്ങനെ വെറുതെ പോലീസുകാരെങ്കിലും കൊണ്ടുപോവോ, വാമേട്ടൻ എന്തെങ്കിലും ആ ലക്ഷ്മിക്കെതിരെ ചെയ്തോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ നിന്നെ ഭർത്താവിനെ കൊല്ലിച്ചതിനാണ് വാമേട്ടനെ പോലീസുകാർ കൊണ്ടുപോയതെന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് സ്വയം പറയുന്നുണ്ട് കേട്ടോ സീമന്തിനി. ഇത് കേട്ടുകൊണ്ട് വരുന്ന കണ്ണൻ വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടായിട്ടാണ് വാമദേവനെ പോലീസുകാർ കൊണ്ടുപോയത് എന്നും അയാളെ മാത്രമല്ല മറ്റു പലരെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു. തുടർന്ന് സീമന്തിനിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് കണ്ണൻ. എൻ്റെ അച്ഛനെ കൊല്ലാൻ പ്രതാപന് കൊട്ടേഷൻ കൊടുത്ത അയാൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു എന്നും അതുകൊണ്ടാണ് അയാളിപ്പോൾ ജയിലിലായത് എന്നും കണ്ണൻ പറയുന്നത് കേട്ട് കണ്ണൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നറിഞ്ഞ് ഞെട്ടിവിറയ്ക്കാണ് കേട്ടോ സീമന്തിനി. തുടർന്ന് സ്വാതിയുടെ കല്യാണം നീ തന്നെ മുന്നിൽ നിന്നും നടത്തി തരണമെന്ന് സീമന്തിനി പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൊലയാളികളെ മകളെ ഞാനെന്തിനു സഹായിക്കണം എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മോനെ അയാൾക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്നെല്ലാം സീമന്തിനി വീണ്ടും പറയുന്നുണ്ടെങ്കിലും ആ കൊല കൊണ്ടും അയാൾ അടങ്ങിയില്ല. അതിനുശേഷം അയാൾ മഹിയെ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ മുകളിൽ നിന്നും വീഴ്ത്താൻ നോക്കിയില്ലേ, മാത്രമല്ല പണം ആവശ്യപ്പെട്ട് മഹിയെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ. അയാൾ ഇതൊക്കെ ചെയ്തത് നിങ്ങളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ്. അയാളെ തിരുത്താനായിട്ട് നിങ്ങൾക്കും ശ്രമിക്കാമായിരുന്നു. അതുകൊണ്ട് ഇനിയൊരു സഹായവും എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയെ കമലേശ്വരത്ത് നിന്നും ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. ശേഷം ശത്രുക്കളെയൊക്കെ നിങ്ങൾ ജയിലിലാക്കി ഇങ്ങനെ പ്രതികാരം തീർക്കുകയാണോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അയാളെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അധികം വൈകാതെ അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വാമദേവന് ജാമ്യം കിട്ടുകയോ അല്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങുകയോ ചെയ്താൽ ആദ്യം അയാളുടെ കരണത്ത് ആദ്യത്തെ പൊട്ടിക്കാൻ പോകുന്നത് അമ്മയാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. വാമനെ മാത്രമല്ല പ്രതാപനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വീണ്ടും കണ്ണൻ പറയുമ്പോൾ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഇത് മഹി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപത്തെ കാര്യമാണെന്നും 20 വർഷം മുൻപത്തെ കണക്ക് അതെന്തായാലും ഒരു ദിവസം നിങ്ങളറിയും. അന്ന് എനിക്കല്ല നിങ്ങൾക്കും അയാളോടൊന്നും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് മാത്രം മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം മഹാലക്ഷ്മിയോട് കരുണ ചെയ്തതിന് മാത്രമല്ല വേറെ നമ്മൾ അറിയാത്തതായിട്ട് എന്തൊക്കെയോ ഉണ്ടമ്മേ. ആ പ്രതാപനെ എന്തിനായിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെയോ ഇനി ഒരു പക്ഷേ അയാൾ തന്നെയായിരിക്കുമോ എൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കാരണം അയാൾക്ക് മാനസിക നില തെറ്റിയ സമയത്ത് അയാളെ കാണാൻ പോലും കരുണയൊന്നും അനുവദിച്ചില്ല. മാത്രമല്ല അയാളുടെയും അവരുടെയും മുന്നിൽ അവൾ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പല സംശയങ്ങളും ദുർഗയുടെയും ഉണ്ണിയുടെയും മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അങ്ങനെ കരുണയ്ക്ക് ഒരു അസ്വസ്ഥതയും തളർച്ചയൊക്കെ ഉണ്ടാകുന്നു. ഇത് കാണുന്ന മുത്തശ്ശി വേഗം തന്നെ കരുണയെ താങ്ങി പിടിക്കുന്നുണ്ട്. ശേഷം കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് തന്നെയാണ് കരുണയെ നോക്കുന്നത്. അങ്ങനെ ഡോക്ടർ കരുണയെ പരിശോധിക്കുന്നുണ്ട്. പിന്നീട് എന്താ ഡോക്ടറെ, മോൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആധിയും ടെൻഷനൊക്കെ ഉണ്ട്, അതിൻ്റെ വല്ലതും ആണോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് തലകറങ്ങി വീഴുന്നത് എന്നും മുത്തശ്ശി പറയുമ്പോൾ അതിൻ്റെ ഒന്നും അല്ല എന്ന് ഡോക്ടർ പറയുന്നതും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വീണ്ടും ഡോക്ടർ ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ടായി, ഈ കുട്ടി ഗർഭിണിയാണ്, അതിൻ്റെയാണ് ഈ തലകറക്കവും ക്ഷീണവും ഒക്കെ എന്ന് ഡോക്ടർ പറയുന്നത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കരുണയും മുത്തശ്ശിയും. ഇപ്പോൾ അവർക്കാണെങ്കിൽ വലിയൊരു സന്തോഷമൊന്നുമില്ല ഈ വാർത്ത അറിയുമ്പോൾ. കാരണം കാര്യങ്ങളൊക്കെ ദുർഗയും ഉണ്ണിയൊക്കെ അധികം വൈകാതെ അറിയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉണ്ണി കരുണയെ തൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കരുണ തന്നെ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരും. മുൻപായിരുന്നെങ്കിൽ ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ കരുണ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. കാരണം മഹാലക്ഷ്മിയെ ജയിക്കാനായിട്ട് അമ്മയാകണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് കരുണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്കൊരു ഈ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ടും വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ
കരുണയും മുത്തശ്ശിയും ഡോക്ടറെ കണ്ട് ഇറങ്ങുന്ന സമയത്താണ് മഞ്ജു കരുണയെ കാണുന്നത്. മഞ്ജു ആണെങ്കിൽ കരുണയെ ഒന്ന് നേരിട്ട് കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, അവൾക്ക് നല്ലത് കൊടുക്കാനായിട്ട്. തുടർന്ന് നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഏട്ടത്തിയെ മുകളിൽ നിന്നും താഴെയിട്ടിട്ട് ഏട്ടത്തിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ നിൻ്റെ ഈ മുത്തശ്ശിയും കൊണ്ട് നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു കരുണയെ തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മോളെ ഒന്നും ചെയ്യരുതെന്നും മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, ഏട്ടത്തിയോട് ഇങ്ങനൊരു ക്രൂരത ചെയ്ത നീ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഏട്ടത്തിയോട് ചെയ്ത ശാപം നിന്നെ വിടാതെ പിന്തുടരും എന്ന് തന്നെ മഞ്ജു മുഖത്തടിക്കുന്നത് പോലെ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് കരുണയും മുത്തശ്ശിയാണെങ്കിൽ നേരെ ചെന്ന് പെടുന്നത് കണ്ണൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ കണ്ണനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കരുണയും മുത്തശ്ശിയും. കണ്ണനാണെങ്കിൽ കരുണയെ നേരിട്ട് കാണുമ്പോൾ ദേഷ്യം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എൻ്റെ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനാണോ? എങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് സന്തോഷം വരുന്ന വാർത്തയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പ്രധാനിപ്പിനിപ്പോൾ ജയിലിലാണല്ലോ, അയാൾക്ക് ഇനി ആ ജയിലിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല. അടുത്തതായിട്ട് നിങ്ങളുടെ കൊച്ചുമോളെ ആയിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പോകുന്നതെന്ന് കണ്ണൻ പറയുമ്പോൾ, വേണ്ട മോനെ, കരുണ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവാണ്, ഈ സമയത്ത് അവളെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ കാല് പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പക്ഷേ കണ്ണനാണെങ്കിൽ കരുണ മഹിയോട് ചെയ്ത ആ ക്രൂരത ഒട്ടും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് അങ്ങനെ ദേഷ്യം സഹിക്കാൻ കഴിയാതെ കണ്ണൻ വീൽചെയറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് കണ്ണന് നടക്കാൻ കഴിയും എന്നുള്ളൊരു സത്യം കൂടി കരുണ അറിയുന്നത്. പിന്നീട് ഉണ്ണിയും ദുർഗയാണെങ്കിൽ സത്യങ്ങളെല്ലാം അറിയുന്നു. കാരണം വാമദേവനെയും പ്രതാപനെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് എല്ലാം മീഡിയാസിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സത്യങ്ങളെല്ലാം ദുർഗയും ഉണ്ണിയും അറിയുന്നു. അങ്ങനെ അവർ കരുണ തങ്ങളെ ഇത്രയും കാലം എല്ലാം തങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ അവർക്കത് ദേഷ്യം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവർ കരുണയും മുത്തശ്ശിയും കണ്ട് 2 വാക്ക് പറയാനായിട്ട് നേരെ കരുണാലയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്